ഹായ്, ഏവർക്കും മഞ്ഞപ്പാറ ഓൺലൈനിലേക്ക് സ്വാഗതം. ഇന്ന് കിഴുതോണി വാർഡിന്റെ വിശേഷങ്ങളുമായി STP സ്ഥാനാർത്ഥി സജീന തോണിയോടാണ് നമ്മളോടൊപ്പം ചേരുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ വിജയഗാഥ തുടരുവാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ വാർഡിലെ STP പ്രവർത്തകർ. വാർഡിലെ സാമൂഹിക രാഷ്ട്രീയ സേവന മേഖലകളിലും സ്ത്രീ ശാക്തീകരണ മേഖലകളിലും തൻ്റെ പരിമിതമായ ജീവിത സാഹചര്യങ്ങൾക്കിടയിലും സജീവമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞ ആത്മവിശ്വാസവുമായാണ് സജീന തോണിയോട് ഇക്കുറി അംഗത്തിനിറങ്ങുന്നത്. ഇലക്ഷൻ പ്രചരണമൊക്കെ എങ്ങനെ പോകുന്നു? നല്ലതുപോലെ പോകുന്നു. മെമ്പർ കഴിഞ്ഞ 10 വർഷത്തിൽ നിന്ന് മെമ്പർ പ്രവർത്തിച്ച ഇതുകൊണ്ട് ഇലക്ഷൻ പ്രചരണവും കുഴപ്പമില്ല. നല്ല രീതിയിൽ എല്ലാവരെയും ജനങ്ങളുടെ പ്രതികരണം ജനങ്ങൾ നല്ല അഭിപ്രായമാണ് പറയുന്നത്. ഈ മെമ്പർ 10 വർഷം കൊണ്ട് പല വികസനങ്ങളും നടത്തിയിട്ടുള്ളതും കൊണ്ട് നല്ല അഭിപ്രായമാണ്. ഇനിയും അത് മുന്നോട്ട് തന്നെ പോകണം എന്നാണ് അവരുടെ അഭിപ്രായം. ഇപ്പോൾ 10 വർഷമായിട്ട് STP ആണ് ഇവിടെ വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിജയം തുടരുവാനാകുമെന്ന പ്രതീക്ഷയിലാണ് 100% വിജയം ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ STPക്ക് ഈ നാട്ടിൽ കൊണ്ടുവരാൻ കഴിഞ്ഞ വികസനങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ കൊണ്ടുവരാൻ കഴിഞ്ഞ വികസനം കൊച്ചാലുമൂട് കുന്നമ്പുഴ റോഡ്, പുള്ളിപ്പച്ച തോണിയോട് റോഡ്, വെള്ളംകൊള്ളി റോഡ്, പിന്നെ ഏല വഴിയുള്ള ആ റോഡ്, ഇതെല്ലാം ഈ 10 വർഷം കൊണ്ട് ഇതാക്കിയതാ. ഓക്കെ, അപ്പൊ ഇനി വിജയിച്ചു വരികയാണെങ്കിൽ STP ഈ വാർഡിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന വിജയിച്ചു വരുന്നെങ്കിൽ പിന്നെ കേന്ദ്ര സർക്കാരിന്റെ ഒരു റോഡ്, അത് PMGSC വഴിയുടെ റോഡാണ്. അത് നമ്മൾ കൊണ്ടുവരാൻ ഒരുങ്ങി പല ആൾക്കാരും അത് മുടക്കി അങ്ങനെ കേസും വഴക്കുമായി അത് അങ്ങനെ കിടക്കുന്നത് കൊണ്ടാണ് അത് അങ്ങനെ പണി മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ കിടക്കുന്നത്. അത് ഈ പേപ്പറുകളെല്ലാം ശരിയായി കിടക്കുവാണ്. അത് ഈ 1 വർഷം കൊണ്ട് ആ പണി പൂർത്തീകരിക്കും. പുളിമൂട് കുണ്ടയം കിഴുതോണി റോഡ്, പുളിമൂട് കുണ്ടയം കിഴുതോണി റോഡ്. ബാക്കി വേറെ റോഡുകൾ പല റോഡുകളും ഏല റോഡ് പാലങ്ങളെല്ലാം പണി പൂർത്തിയായി കിടക്കുകയാണ്. എന്തുകൊണ്ടാണ് ജയിക്കുമെന്ന് 100% ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത്? ഈ 10 വർഷം കൊണ്ട് ഷെബീക്ക് ഇടപെട്ടിട്ടുള്ള എല്ലാ മേഖലകളിലും നല്ല അഭിപ്രായമാണ് പറയുന്നത്. അന്ന് പറഞ്ഞാൽ ഈ മഴക്കാലത്ത് കാറ്റടിച്ച് മരങ്ങൾ വീട്ടിന്റെ മണ്ടകളിൽ വീണാലും ഈ ഷെബീക്കും പാർട്ടിക്കാരുമാണ് ഓടിയെത്തി, ഏത് രാത്രിയിലായാലും അവർ ഓടിയെത്തി അത് വെട്ടിമാറ്റി കൊടുക്കുകയും കറണ്ട് പോയാൽ അതിനുള്ള സജ്ജീകരണങ്ങൾ അവർ ചെയ്യുകയും. ഈ 10 വർഷം കൊണ്ട് പഞ്ചായത്തിൽ എന്ത് ആനുകൂല്യങ്ങൾ ഉണ്ടെന്ന് ജനങ്ങൾ അറിയുന്നത് ഈ മെമ്പർ ഈ 10 വർഷം കൊണ്ടുള്ള മെമ്പർമാർ കയറിയിട്ടാണ്. കോഴിയായാലും ആടായാലും പോത്തായാലും ജനങ്ങൾക്ക് കിട്ടുന്നതും ആ അഭിപ്രായമാണ് പറയുന്നത്. ഈ 10 വർഷം കൊണ്ട് എന്തെല്ലാം പഞ്ചായത്തിൽ ഉണ്ടെന്ന് അറിയുന്നത് ഈ 10 വർഷം കൊണ്ടാണെന്നാണ്. ഷെബീക്ക് മെമ്പർ കയറിയതിനു ശേഷമാണെന്നാണ് അറിയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും മഞ്ഞപ്പാറ ഓൺലൈൻ്റെ വിജയാശംസകൾ നേരെയാണ്. ഇപ്പോൾ കിഴുതോണിയിലെ നിലവിലെ വാർഡ് മെമ്പർ ഷെഫീഖ് ചെറുവക്കോണം കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തോട് ഈ വാർഡിന്റെ വിശേഷങ്ങൾ ചോദിക്കാം. ഏതൊരു അടിയന്തര സാഹചര്യത്തിലും ഇവിടെ ഒരു മരം വീണാൽ, ഒരു ലൈൻ കമ്പി പൊട്ടിയാൽ, പ്രളയത്തിനാവട്ടെ, പേമാരി എന്തു തന്നെ ആയിക്കഴിഞ്ഞാലും ഇവിടുത്തെ STPയുടെ മെമ്പർമാരോടൊപ്പം ഇറങ്ങിത്തിരിക്കുവാൻ 10ഓളം യുവാക്കൾ 10-40 പേരുണ്ട്. ഏത് സമയത്തും ഞാൻ ഇപ്പോൾ വിളിച്ചാൽ പോലും നമുക്ക് 10-15 പേരെ കിട്ടുന്ന നിലയിലേക്ക് ഇവിടുത്തെ യുവാക്കൾ സന്നദ്ധരാണ്. അതുതന്നെയാണ് നമ്മുടെ ശക്തി എന്ന് പറയുന്നത്. അത് പൊതുപ്രവർത്തനത്തിൽ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന, അതവർ ഏത് നിലയിൽ സഹായിക്കുന്നത്, സാമ്പത്തികമായിട്ട് എന്തെങ്കിലും സാഹചര്യത്തിൽ അവർക്ക് ഹോസ്പിറ്റലുകളിൽ വേണമെങ്കിൽ അങ്ങനെ ബ്ലഡ് നൽകുന്നതിൽ ഏത് നിലയിൽ നിന്നാലും യുവാക്കളാണ് നമ്മുടെ ഈ വാർഡിൻ്റെ, നമ്മുടെ STPയുടെ 10 വർഷത്തെ ശക്തി എന്ന് പറയുന്നത്. ഏത് ഘട്ടത്തിലും അവർ മുന്നോട്ട് വന്ന് നമ്മളെ സഹായിച്ചു നിൽക്കുന്നതാണ്. അപ്പോൾ താങ്കളുടെ പേരിൽ കേസൊക്കെ ഉണ്ടെന്നാണ് നമ്മൾ ഈ വാർഡിൽ വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത്. കേസിന്റെ ഒരു തീർച്ചയായും നമ്മൾ കേസെന്ന് പറയുമ്പോൾ നമ്മളൊരു റോഡ് വെട്ടിയതുമായിട്ട് ബന്ധപ്പെട്ടാണ്. നിലവിലൊരു കൊച്ചാലുമൂട് കുന്നമ്പുറം എന്ന് പറയുന്ന പ്രദേശത്തേക്ക് 100 കണക്കിന് ആളുകൾ, കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് റോഡ്, അവിടെ ഒരു വാഹനം കടന്ന് പോകാൻ മാത്രമുള്ള ഒരു വാഹനം പോയാലും മറ്റൊരു വാഹനത്തിന് വരാൻ പറ്റാത്തൊരു സാഹചര്യമുള്ള റോഡുണ്ടായിരുന്നു. അത് ഇടയ്ക്ക് തന്നെ ഒരു ഫയർഫോഴ്സ് ഒരിടത്തൊരു അത്യാഹിതം സംഭവിച്ചപ്പോൾ ഫയർഫോഴ്സ് വന്നിട്ട് തിരിച്ചു പോകേണ്ട സാഹചര്യമാണ്. അങ്ങനെ നാട്ടുകാരുടെ എല്ലാം ആവശ്യത്തോടു കൂടി അവർ ജനകീയ പങ്കാളിത്തത്തോടു കൂടി എല്ലാ പാർട്ടിക്കാരെയും മുൻനിർത്തി തന്നെ നമ്മുടെ ഈ 10 വർഷക്കാലവും എടുത്തു പറയാൻ പറ്റുന്നത് എല്ലാ പാർട്ടിക്കാരെയും മുൻനിർത്തി അതോടൊപ്പം പൊതുജന പങ്കാളിത്തത്തോടു കൂടിയാണ് എല്ലാ വികസനങ്ങളിലും നമ്മൾ ഇടപെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ റോഡിൽ തന്നെ നമ്മളത് റോഡ് വെട്ടിപ്പോകുന്നതിൽ വീതി കൂട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നം വരികയും റോഡ് സ്ഥലം വിട്ട് തരാത്തതിൻ്റെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു മതിൽ
ഒരു പ്രശ്നം വന്നതാണ്. ആ മതിൽ പൊളിച്ചതെന്നും പറഞ്ഞുകൊണ്ട് പൊളിച്ചെന്ന് ആരോപിച്ചുകൊണ്ട് കേസ് കൊടുത്തതാണ്. ഇപ്പം നിലവിൽ ഇപ്പോൾ അതിൻ്റെ പേരിൽ 3 കേസുണ്ട്. നമ്മളൊരു 3 പേരുണ്ട്. അതിന് നമ്മൾ മറ്റൊരു പാർട്ടി പ്രവർത്തകൻ, എന്നോടൊരു പൊതുപ്രവർത്തകൻ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ പേരിൽ വിജി വെള്ളുകൾ എന്ന് പറയുന്ന പൊതുപ്രവർത്തകനുണ്ട്. അപ്പം അദ്ദേഹമാണ് ഇതിന് മുന്നേ നമ്മളോടൊപ്പം നിന്ന് ആളുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ പേരിൽ കേസുണ്ട്. അപ്പം ഇതിൽ 3 കേസ്. ഇപ്പം തന്നെ പാസ്പോർട്ട് വെക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് അത് പറ്റാത്ത സാഹചര്യം. മറ്റൊരു പ്രധാന റോഡാണ് ഈ കുണ്ടയം ട്രാൻസ്ഫോമർ ഭാഗത്ത് നിന്ന് വെള്ളംകൊള്ളി തക്കാവിലേക്ക് പോകുന്ന ഒരു റോഡ്. ഏറെ നാളായിട്ട് അവിടെയുള്ള ജനങ്ങളുടെ ഒരു ആവശ്യമാണ് ആ റോഡ്. തീർച്ചയായും നമ്മൾ വെള്ളംകൊള്ളി ഏല വഴി പോകുന്ന ഒരു റോഡുണ്ട്. അതിന്റെ നിലവിലെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23.8 ലക്ഷം രൂപ MGNR തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അതിന്റെ ടെൻഡർ നടപടികൾ കഴിഞ്ഞു നിൽക്കുന്ന റോഡാണ്. വളരെ താമസിയാതെ തന്നെ ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ അതിന്റെ പണികൾ നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത്. അതിന്റെ അവസാന ഘട്ടത്തിലാണ് ആ റോഡിന്റെ അവസ്ഥ. നമ്മൾ ഈ വാർഡിൽ വന്നപ്പോൾ അറിഞ്ഞ മറ്റൊരു പ്രധാന റോഡാണ് ഈ കോളനി ഭാഗത്തെ റോഡ് ശോചനീയാവസ്ഥയിലാണ്. ഒരു കോളനി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിവിടെ പാലക്കുന്നുംപുറം കോളനി എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. അപ്പം നിലവിൽ നമുക്ക് കോളനി എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും അവിടെ ഒരു 5ഓളം കുടുംബങ്ങൾ, ഒരു 4-5 കുടുംബങ്ങളുണ്ട്. അവിടെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റോഡ് ഇതുവരെ ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു തടസ്സമായിട്ട് നിന്നത്. അപ്പം നമ്മളത് പരിശോധിക്കുമ്പോൾ ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെട്ടില്ല. അതിൻ്റെ നടപടിക്രമങ്ങളിൽ ഇതിപ്പോൾ ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുത്തി അതിൻ്റെ നടപടികളിലാണ് ഇപ്പം നിലവിലുള്ളത്. ഇനി വരുന്ന മുറയ്ക്ക് ആ റോഡ് കൂടി നമുക്ക് പൂർത്തീകരിക്കാൻ, ഗതാഗത യോഗ്യമാക്കാൻ പറ്റുമെന്നുള്ളതാണ്. നിലവിൽ നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത റോഡായിട്ട് അതാണ്. അതിനുള്ളൊരു തടസ്സം നിന്ന് യാസ് രജിസ്റ്റർ ആയിരുന്നുള്ള. നമ്മൾ 10 വർഷങ്ങൾക്ക് മുമ്പ് STPയുടെ അധികാരത്തിൽ വരുമ്പോൾ നമുക്ക് മുന്നിലുണ്ടായിരുന്ന വലിയൊരു പ്രതിസന്ധി നമ്മുടെ ഈ റോഡുകളൊന്നും തന്നെ ആസ് രജിസ്റ്ററിൽ ഉൾപ്പെട്ടിട്ടില്ലായിരുന്നു എന്നുള്ളതാണ്. നിരവധി റോഡുകൾ നമ്മൾ ചെയ്യാൻ ടെൻഡർ നടപടികളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് വന്ന പ്രതിസന്ധി ഇത് ആസ് രജിസ്റ്റർ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ള നിലയിലാണ് നമുക്ക് ഈ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള മറുപടികളാണ്. അതിനുശേഷം നമ്മൾ എല്ലാ റോഡുകളും ഇവിടെ വരുന്ന 90% റോഡുകളും നമ്മൾ ആസ് രജിസ്റ്ററിലേക്ക് ഉൾപ്പെടുത്തി കൊണ്ടാണ് മറ്റ് പണികളിലേക്ക് കടന്നത്. ഇപ്പോൾ നിലവിൽ അവസാന ഘട്ടത്തിൽ നമ്മുടെ വാർഡിലുള്ള 100% റോഡുകളും നമ്മൾ ആസ് രജിസ്റ്ററിലാക്കി ആയിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിലവിലുള്ളത്. അപ്പോൾ ഇതാണ് SDPIയുടെ കീഴ്തോണി സ്ഥാനാർത്ഥി സജീന തോണിയോടിനും നിലവിലെ വാർഡ് മെമ്പറായ ഷെഫീഖ് ചെറുവക്കോണത്തിനും ഈ വാർഡിലെ ജനങ്ങളോട് പറയുവാനുള്ളത്. അപ്പോൾ അന്തിമ വിജയം ആർക്കൊപ്പമായിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം.